പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ വിരൽ ചൂണ്ടുന്നത് ഇസ്രായേൽ എന്ന സൈനിക ശക്തിയുടെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ്. തോൽക്കാത്ത ഇറാനും തളർന്ന ഇസ്രായേലും എന്ന തലക്കെട്ടിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഭരണാധികാരിക്കേറ്റ കനത്ത പ്രഹരത്തെക്കുറിച്ചാണ്. അമേരിക്കയുടെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയിൽ രൂപം കൊണ്ട വെടിനിർത്തൽ കരാർ പശ്ചിമേഷ്യയിൽ താൽക്കാലിക ശാന്തി നൽകുന്നുണ്ടെങ്കിലും ഇതിന്റെ യഥാർത്ഥ രാഷ്ട്രീയ വിജയി ആരാണ് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് ഇറാനാണ്. ഈ സംഘർഷത്തിന്റെ തുടക്കത്തിൽ വലിയ പ്രഖ്യാപനങ്ങളുമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു രംഗത്തെത്തിയത്. ഇറാന്റെ ആണവ ഭീഷണി പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്നും അവരുടെ പ്രാദേശിക സ്വാധീനം തകർക്കുമെന്നും അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്നാൽ മാസങ്ങൾ നീണ്ട സൈനിക നീക്കങ്ങൾക്കൊടുവിൽ യുദ്ധം അവസാനിക്കുമ്പോൾ ഇതിലേത് ലക്ഷ്യമാണ് ഇസ്രായേൽ കൈവരിച്ചത് എന്ന ചോദ്യത്തിന് നെതന്യാഹുവിന്റെ പക്കൽ ഉത്തരമില്ല. ഇറാന്റെ കരുത്തു കുറയ്ക്കാൻ സാധിച്ചില്ലെന്നും മാത്രമല്ല, മുൻപത്തേക്കാൾ ശക്തമായ നിലയിൽ അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ഇറാൻ സാധിച്ചു എന്നതാണ് വാസ്തവം. ശക്തനായ സുരക്ഷാ നേതാവെന്ന തന്റെ പ്രതിച്ഛായ നിലനിർത്താൻ ശ്രമിച്ച നെതന്യാഹുവിന് ഈ യുദ്ധം വലിയൊരു രാഷ്ട്രീയ പരാജയമായി മാറിയിരിക്കുകയാണ്. സൈനിക നടപടികൾ കൊണ്ട് മാത്രം ഒരു രാജ്യത്തെ കീഴടക്കാൻ കഴിയില്ല എന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. വലിയ ഇളവുകളൊന്നും നൽകാതെ തന്നെ തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് വെടിനിർത്തലിന് തയ്യാറായ ഇറാന്റെ തന്ത്രപരമായ നീക്കം ലോകം അത്ഭുതത്തോടെ നോക്കിക്കണ്ടത്. യുദ്ധഭൂമിയിൽ വ്യക്തമായ വിജയികളില്ല എന്ന് പുറമേക്ക് തോന്നാമെങ്കിലും പ്രതിച്ഛായ തകർന്നു നിൽക്കുന്ന നെതന്യാഹുവിനെ അപേക്ഷിച്ച് ഇറാൻ ഒരു തുല്യ നിലയിൽ അല്ലെങ്കിൽ ഒരു പടി മുന്നിൽ നിന്നു തന്നെയാണ് ഈ സംഘർഷത്തിൽ നിന്ന് പുറത്തു വരുന്നത്. ഇസ്രായേലിനുള്ളിൽ തന്നെ നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധമുയരുകയാണ്. പ്രതിപക്ഷ നേതാവായ യയർ ലാപിഡ് ഉൾപ്പെടെയുള്ളവർ ഇതിനെ ഒരു നയതന്ത്ര ദുരന്തമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. സൈന്യം ആവശ്യപ്പെട്ടതെല്ലാം ചെയ്തിട്ടും രാഷ്ട്രീയ നേതൃത്വം പരാജയപ്പെട്ടു എന്ന വിമർശനം ഇസ്രായേലിലെ പൊതുമധ്യത്തിൽ ശക്തമായിട്ടുണ്ട്. സ്വന്തം സുരക്ഷാ താൽപര്യങ്ങൾ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത വിധം നെതന്യാഹു ദുർബലനായിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ ഒരു യുദ്ധത്തിന് വ്യക്തമായൊരു എൻഡ് ഗെയിം അഥവാ അവസാനിപ്പിക്കാനുള്ള കൃത്യമായ പദ്ധതിയോ ദിശാബോധമോ നെതന്യാഹുവിന് ഉണ്ടായിരുന്നില്ല എന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പരാജയമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. കൂടാതെ അമേരിക്കയുടെ ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറായതെന്ന വസ്തുത നെതന്യാഹുവിന്റെ സ്വതന്ത്രമായ തീരുമാനക്ഷമതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. വാഷിംഗ്ടണിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവെന്ന ഇമേജ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് വലിയ തിരിച്ചടിയാണ്. സ്വന്തം തന്ത്രങ്ങൾ പാളിപ്പോയപ്പോൾ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നത് ഒരു ശക്തനായ ഭരണാധികാരിക്ക് ചേർന്നതല്ല എന്ന വികാരമാണ് ഇസ്രായേലിൽ പടരുന്നത്. ഇതിനിടയിൽ ലെബനനിൽ പുതിയ ബഫർ സോൺ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ നടത്തുന്നുണ്ടെങ്കിലും അത് ദീർഘകാലാടിസ്ഥാനത്തിൽ അവർക്ക് കൂടുതൽ പ്രതിസന്ധികൾ മാത്രമേ ഉണ്ടാക്കൂ എന്ന് മുൻകാല അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. ഈ സംഘർഷം തുറന്നു കാട്ടുന്നത് ഒരു പ്രധാന സത്യമാണ്. സൈനിക ശക്തി കൊണ്ട് മാത്രം ഒരു ജനതയുടെ പോരാട്ട വീര്യത്തെയോ രാഷ്ട്രീയ സ്വാധീനത്തെയോ അടിച്ചമർത്താൻ കഴിയില്ല. ഇറാൻ തങ്ങളുടെ കരുത്ത് തെളിയിച്ചപ്പോൾ പ്രതീക്ഷിച്ച വിജയങ്ങൾ നേടാനാകാതെ നെതന്യാഹു രാഷ്ട്രീയമായി ഒറ്റപ്പെടുകയാണ്. ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അന്ത്യത്തിന്റെ തുടക്കമാണോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. വെടിനിർത്തൽ ഒരു വലിയ യുദ്ധം ഒഴിവാക്കിയിട്ടുണ്ടാകാം, പക്ഷേ അതിന്റെ രാഷ്ട്രീയ വില നൽകേണ്ടി വരുന്നത് നെതന്യാഹു മാത്രമാണ്. പശ്ചിമേഷ്യയിലെ വരും ദിവസങ്ങൾ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിയും ഇറാന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും എങ്ങനെയായിരിക്കുമെന്ന് കൃത്യമായി പറഞ്ഞു തരുമെന്നത് തീർച്ച.